കൈമാറിയിരിക്കുന്നു. അനുപമയ്ക്ക് കോടതി കുഞ്ഞിനെ നൽകിയിരിക്കുന്നു എന്നാണ് വഞ്ചിയൂർ കോടതിയിൽ നിന്ന് അറിയുന്നത്. പെറ്റമ്മയുടെ കൈകളിൽ കുഞ്ഞെത്തിയിരിക്കുന്നു. കോടതി അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറി. വഞ്ചിയൂർ കുടുംബ കോടതിയുടേതാണ് വിധി. കുഞ്ഞിനെ അനുപമയ്ക്ക് നൽകി. വഞ്ചിയൂർ കുടുംബ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. കുഞ്ഞ് അനുപമയ്ക്ക് നൽകിയിരിക്കുന്നു. ഏറെ നാളത്തെ അനുപമയുടെ പോരാട്ടമാണ്. അതിൽ പകുതിയിൽ ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആവശ്യം. അത് സംഭവിച്ചിരിക്കുന്നു. വഞ്ചിയൂർ കോടതി കുഞ്ഞിനെ അനുപമയ്ക്ക് നൽകിയിരിക്കുന്നു. ദിവസങ്ങളോളം നടന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ അനുപമയ്ക്ക് കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. DNA ടെസ്റ്റ് നടത്തുന്നു. ആന്ധ്രയിൽ നിന്ന് ദമ്പതികളുമായി കുഞ്ഞെത്തുന്നു. അതിനുശേഷം DNA ടെസ്റ്റ് 3 തവണ നടത്തുന്നു. അനുപമയുടെയും അജിത്തിന്റെയും കുഞ്ഞാണ് എന്നത് തെളിയുന്നു. കുടുംബ കോടതിയിലേക്ക്, വഞ്ചിയൂർ കുടുംബ കോടതിയിലേക്ക് കേസെത്തുന്നു. ഇന്ന് കുഞ്ഞിനെ ഹാജരാക്കുന്നു. അനുപമയും അജിത്തും കോടതിയിലെത്തുന്നു. ചേംബറിൽ വെച്ച് കുഞ്ഞിനെ ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൈമാറിയിരിക്കുന്നു. കുഞ്ഞ് ജനിച്ച് 1 വർഷത്തിന് ശേഷമാണ് ഇന്നലെ അനുപമ കുഞ്ഞിനെ കാണുന്നത്. ജനിച്ച ശേഷം 3-ാം ദിവസം കുഞ്ഞ് നഷ്ടമായ അനുപമ ഇന്നലെ കുഞ്ഞിനെ വീണ്ടും കാണുന്നു. ഇന്നലെ കുഞ്ഞിനെ കാണാനുള്ള അനുമതി അനുപമയ്ക്ക് നൽകുന്നു. കുഞ്ഞിനെ നിർമ്മല ശിശുഭവനിൽ ചെന്ന് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ കോടതിയിൽ കുഞ്ഞിനെ ഹാജരാക്കി. അവിടെ അനുപമയും അജിത്തും എത്തുകയായിരുന്നു. കോടതി സ്വന്തം മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ കൈമാറി. വി അരുൺ ചേരുന്നു. അരുൺ, കാത്തിരുന്ന ഒരു വിധി വഞ്ചിയൂർ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. അനുപമയ്ക്കപ്പുറം എല്ലാവർക്കും സന്തോഷം നൽകുന്ന സ്വന്തം അമ്മയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കോടതി നൽകിയിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതുതായി നൽകാൻ പറ്റുന്ന വിവരം? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അനുപമയ്ക്ക് തന്റെ കുഞ്ഞിനെ തിരികെ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. കോടതി വിധി കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു. കുഞ്ഞിന്റെ വിജയിച്ചിരിക്കുന്നു. അനുപമ കുഞ്ഞിനെ നേടിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് കുഞ്ഞിനെ അനുപമയ്ക്ക് നൽകിയിരിക്കുന്നു. വഞ്ചിയൂർ കുടുംബ കോടതിയുടേതാണ് വിധി. നേരത്തെ DNA ടെസ്റ്റിലൂടെ അമ്മയും അച്ഛനും അനുപമയും അജിത്തും ആണ് എന്ന് തെളിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ഏറ്റവും വലിയ ആശങ്ക അതായിരുന്നു. കുഞ്ഞിനെ കണ്ടതിന് ശേഷവും ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത്. പക്ഷെ ഉണ്ടായില്ല. ഇന്ന് തന്നെ അനുപമയ്ക്ക് കുഞ്ഞിനെ സ്വന്തം കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, തുടരാമോ? വിവരം കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. അനുപമയ്ക്ക് തന്റെ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. അനുപമയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കോടതി ഏൽപ്പിച്ചിരിക്കുന്നു. CWC ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് കോടതി നടപടികൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പ് പുറത്തേക്ക് പോയിരിക്കുന്നു. അനുപമയും കുഞ്ഞുമായി പുറത്തു വരാനുള്ള കാത്തിരിപ്പാണ്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം കുഞ്ഞും അനുപമയും പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും 1 വർഷത്തിലേറെ നീണ്ട കാലയളവിന് ശേഷം അനുപമയ്ക്ക് തന്റെ കുഞ്ഞിനെ തിരികെ ലഭിച്ചിരിക്കുന്നു. നിയമ നടപടികൾ, നിയമ പോരാട്ടങ്ങൾ, സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങിയ തന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള പോരാട്ടം അനുപമ തുടങ്ങിയത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും അടുത്ത ബന്ധുക്കൾക്കുമെതിരെ പരാതി നൽകിക്കൊണ്ടാണ് അനുപമ മാധ്യമങ്ങളിലേക്ക് വിഷയം കൊണ്ടുവരുന്നത്. കേരള സമൂഹത്തിന് മുന്നിലേക്ക് വിഷയം കൊണ്ടുവരുന്നത്. ഒടുവിൽ ഇപ്പോൾ എല്ലാത്തരം പ്രതിബന്ധങ്ങളും മറികടന്നുകൊണ്ട് DNA പരിശോധന എന്ന ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ഇന്നലെയാണ് കുഞ്ഞ് അനുപമയുടേതാണെന്ന് ഉറപ്പിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛൻ അജിത്താണെന്നും അമ്മ അനുപമയാണെന്നും സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് കുഞ്ഞിനെ കൈമാറാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതിയിലേക്ക് കാര്യം എത്തിച്ചേരുന്നത്. ആ കോടതി നടപടികളും 1 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാകുന്നു. ഇന്ന് രാവിലെ അഡ്വാൻസ് പെറ്റീഷൻ കോടതിയിൽ അനുപമയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നൽകുന്നു. അതിനൊടുവിൽ അനുപമയ്ക്ക് അനുകൂലമായി DNA പരിശോധനാ ഫലം കൂടി നോക്കിക്കൊണ്ട് അതുകൂടി വിലയിരുത്തിക്കൊണ്ട് കോടതി അനുകൂല തീരുമാനം എടുക്കുന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശികൾ കുഞ്ഞിന്റെ പെറ്റമ്മയും അച്ഛനും അനുപമയും അജിത്തുമാണെന്ന് കോടതി ഉത്തരവിലൂടെ വ്യക്തമാകുന്നു. ഏതായാലും കുഞ്ഞിനെ ഇപ്പോൾ അനുപമയ്ക്ക് കൈമാറിയിരിക്കുന്നു. അല്പസമയത്തിനകം അനുപമയും ഭർത്താവ് അജിത്തും കുഞ്ഞും പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായും
ഈ സമരം അനുപമ ആദ്യ മാധ്യമങ്ങളിലേക്ക് വന്ന് പിന്നീട് സമരം ശക്തമായത് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ മുന്നിലായിരുന്നു. ആ സമരപന്തലിലേക്ക് കുട്ടിയുമായി അനുപമ എത്തുമെന്നാണ്, അവിടേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തേക്ക് അതിലും സ്ഥിരീകരണമുണ്ടാകും. ഏതായാലും അനുപമയും കുഞ്ഞും സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് കയ്യിലുള്ള ആ കാഴ്ച കാണാം അരുൺ. ദൃശ്യങ്ങളിൽ കാണാം അനുപമ ആണെന്ന് തോന്നുന്നു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും. കാരണം ഇന്നലെ മുതൽ അനുപമയും അജിത്തും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സഹായങ്ങൾ ഇത്രയും ദൂരം. ഇതാ അനുപമ കോടതിയിൽ നിന്ന് കുഞ്ഞുമായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്വന്തം കുഞ്ഞിനെ 1 വർഷത്തിന് ശേഷം വീണ്ടും കയ്യിൽ ലഭിച്ചു. അതിനുശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഹലോ നിങ്ങൾ മാറിക്കൊണ്ടിരുന്നു സമയങ്ങളെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന പുറത്ത് അവിടെ പറഞ്ഞ പോലെ വഞ്ചിയൂർ കോടതിയാണ്. മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. പക്ഷേ അനുപമ പുറത്തേക്ക് വരും, സംസാരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞുമായി അനുപമ വരുന്ന കാഴ്ചയാണ്. വളരെ സന്തോഷകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വഞ്ചിയൂർ കോടതിയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ തിരിച്ച് ലഭിക്കുന്നു. ആ കുഞ്ഞുമായി അനുപമ നിൽക്കുന്ന കാഴ്ച. ഏറെ നാളത്തെ പോരാട്ടം. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മയുമായി തുടങ്ങിയ പോരാട്ടമാണ്. സ്വന്തം കുഞ്ഞിനെ സമ്മതമില്ലാതെ എന്ന് അനുപമ പറയുന്നു. എന്നാൽ മാതാപിതാക്കൾ അത് നിഷേധിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ മാറ്റുന്നു. കുടുംബത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ മാറ്റേണ്ട അവസ്ഥ, 3-ാം ദിവസം ജനിച്ച് 3-ാം ദിവസം കുഞ്ഞിനെ മാറ്റേണ്ട അവസ്ഥ വരുന്നു. പെൺകുട്ടിയെ അത്രയും ദിവസം കുഞ്ഞിനെ തിരിച്ചു നൽകാതെ വീട്ടുകാർ മറ്റൊരു സ്ഥലത്തേക്ക് ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചു എന്ന തരത്തിൽ വിശ്വസിപ്പിക്കുന്നു. പക്ഷേ കുഞ്ഞിനെ അന്വേഷിച്ച് അനുപമ ഇറങ്ങിയപ്പോൾ കുഞ്ഞിനെ ലഭിക്കുന്നില്ല. കുഞ്ഞെവിടെയെന്നറിയില്ല. വലിയ അനിശ്ചിതത്വം ആ സമയത്ത് നിലനിന്നു. കേസുമായി മുന്നോട്ട് പോകുന്നു. പലയിടങ്ങളിലും പരാതിപ്പെടുന്നു. പക്ഷേ സഹായിക്കുന്നില്ല. രാഷ്ട്രീയ പിൻബലം ആരോപിക്കുന്നു. പല ഉദ്യോഗസ്ഥരും CWCയുടെയും മറ്റും പല ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നു എന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. കേസുമായി മുമ്പോട്ട് പോകാൻ, പോരാട്ടം നടത്താൻ അനുപമ തീരുമാനിക്കുന്നു. അവസാനം സമരത്തിലേക്ക് നീങ്ങുന്നു അനുപമയും അജിത്തും. ആന്ധ്രയിൽ ഒരു ദമ്പതികൾക്ക് ദത്ത് നൽകി എന്നതിലേക്ക് എത്തുന്നു. ശേഷം ദിവസങ്ങൾക്ക് ശേഷം ആന്ധ്രയിൽ നിന്ന് ആ കുഞ്ഞുമായി അവരെത്തുന്നു. DNA പരിശോധന നടത്തുന്നു. അജിത്തിൻ്റെയും അനുപമയുടെയും കുഞ്ഞാണ് ഇതെന്ന് സ്ഥിരീകരിക്കുന്നു. ഇന്നലെ 1 വർഷത്തിന് ശേഷം അനുപമ ആദ്യമായി സ്വന്തം കുഞ്ഞിനെ വീണ്ടും കാണുന്നു. ഇന്നിപ്പോൾ സ്വന്തം കൈകളിലേക്ക് കോടതി വഴി കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. ആ കുഞ്ഞുമായി അനുപമ നിൽക്കുന്ന, കോടതി വളപ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, ഇതിലിനി എന്തെങ്കിലും കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞു, കോടതിയുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും ഇവർ ഈ വിഷയത്തിൽ ചെയ്യേണ്ടതുള്ളോ? മറ്റ് കാര്യങ്ങൾ, കേസുകൾ ഒക്കെയായി പ്രതിഷേധവുമായി നിയമ പോരാട്ടവുമായി അനുപമയും അജിത്തും മുമ്പോട്ട് പോയേക്കാം. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും തടസ്സങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കോടതി നിർദ്ദേശങ്ങളോ ഉണ്ടായിട്ടുണ്ടോ?
സാധാരണഗതിയിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ ഇടയില്ല. കാരണം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് കോടതിയുടെ നേതൃത്വത്തിൽ കൈമാറിയിരിക്കുന്നു. അനുപമയ്ക്ക് തന്റെ കുഞ്ഞുമായി ഇനി വീട്ടിലേക്ക് പോകാം. ആദ്യം നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അനുപമ സ്വാഭാവികമായും കുഞ്ഞിനെയും കൊണ്ട് ആദ്യം പോകുക സമര പന്തലിലേക്കായിരിക്കാം. അനുപമയും കുഞ്ഞുമുള്ള കാറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ കാറിലാണ് അനുപമ കുഞ്ഞിനെയും കൊണ്ട് സമര പന്തലിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അനുപമയുടെ പ്രതികരണം തന്നെയാകും ഏറ്റവും നിർണായകം, ഏറ്റവും പ്രധാനം. സമരപ്പന്തലിൽ നിന്നാകാം ഒരുപക്ഷെ അനുപമ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. കുട്ടിയെ കിട്ടിയ ഉടൻ തന്നെ അനുപമ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കുട്ടിയെ കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവർ സമരപ്പന്തലിലേക്ക് പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുട്ടിയുമായി അനുപമയുടെ കുഞ്ഞുമായി ഇപ്പോൾ വാഹനം പുറത്തേക്ക് വരികയാണ്. ഒരു വർഷത്തെ പോരാട്ടം, 14 മാസം നീണ്ട പോരാട്ടത്തിനു ശേഷം കുഞ്ഞിനെ അനുപമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് അനുപമ എന്ന അമ്മ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അനുപമയും കുഞ്ഞും കാറിൽ പുറത്തു പോകുന്ന ദൃശ്യങ്ങൾ, സ്വന്തം കുട്ടിയെ മാറോട് അണക്കിപ്പിടിച്ച് ആ അമ്മ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. 14 മാസം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം അനുപമയും കുഞ്ഞും ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അനുപമയുടെ ഭർത്താവ് അജിത്തും ഒപ്പമുണ്ട്. സമര പന്തലിലായിരിക്കും സ്വാഭാവികമായും അവർ ആദ്യം എത്തുക. കേരളം ശ്രദ്ധിച്ച ഈ സമരം തുടങ്ങി വെച്ചത്, സമരം പുരോഗമിക്കുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്തിന് മുന്നിലെ സമര പന്തലിലാണ്. അവിടേക്കാണ് ഈ അമ്മയും കുഞ്ഞും ഇപ്പോൾ പോകുന്നത്. ശരി അരുൺ, കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ശേഷം പെറ്റമ്മയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കോടതി നൽകിയ ശേഷം സമരപന്തലിലേക്കായിരിക്കും പോവുക. കുഞ്ഞിന്റെ മുഖം കണ്ടു. കാറിൽ അവർ ഇപ്പോൾ സമരപന്തലിലേക്ക് തിരിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുപമ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ കാണുന്നത് നേരത്തെ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം കോടതി വളപ്പിൽ കുഞ്ഞുമായി നിൽക്കുന്നതാണ്. കൂടെ അജിത്തുണ്ട്, ബന്ധുക്കളുണ്ട്, MLA KK രമയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തിൽ, സപ്പോർട്ടിൽ ഇത്രയും പോരാട്ടം നടത്തി സ്വന്തം കുഞ്ഞിനെ തിരികെ നേടുക, അത് അനുപമ ഒറ്റയ്ക്ക് നേടിയെടുത്ത, സ്വന്തം കുഞ്ഞിന് വേണ്ടി ഒറ്റയ്ക്ക് നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രതിഷേധങ്ങൾ, പരാതികൾ ഇവയെല്ലാം വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടും എന്നും പ്രതീക്ഷിക്കാം. ഏതൊക്കെ തരത്തിലാണോ ദ്രോഹിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ, സ്വന്തം കുഞ്ഞിനെ മാറ്റുക എന്ന വിഷയത്തിൽ ഏതൊക്കെ തരത്തിൽ അനുപമയെ തകർക്കാൻ, തളർത്താൻ ശ്രമിച്ചോ ആ വിഷയത്തിലെല്ലാം പ്രതിഷേധം തുടരുമെന്ന് നേരത്തെ അനുപമ പറഞ്ഞിരുന്നു. വരും ദിവസങ്ങളിലും ആ സമരപന്തൽ അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിനെ തിരികെ ലഭിക്കുക എന്നതായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞിനെ ഒരു വർഷത്തിന് ശേഷം, തന്നിൽ നിന്ന് അകറ്റിയ കുഞ്ഞിനെ ഒരു വർഷത്തിന് ശേഷം അനുപമയ്ക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. മറ്റൊന്നുമില്ല, പെറ്റമ്മയുടെ കയ്യിലേക്ക് സ്വന്തം കുഞ്ഞ് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സന്തോഷവും സമാധാനവും ആയിരിക്കാം ഒരുപക്ഷെ അനുപമയെ പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത്.